വേനൽ മഴ കാരണം സംസ്ഥാനത്ത് ഉഷ്ണതരംഗ സാധ്യത കുറഞ്ഞെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി. എന്നാൽ ചൂട് തുടരുമെന്നും ജാഗ്രതാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറി ഡോക്ടർ ശേഖർ കുര്യാക്കോസ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. സംസ്ഥാനത്തെ ചൂട് വിലയിരുത്താൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ പ്രത്യേക അവലോകന യോഗം ചേർന്നു. കത്തിക്കാളുന്ന ചൂടിൽ സംസ്ഥാനത്ത് ജാഗ്രത തുടരണമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ആവർത്തിച്ചറിയിക്കുന്നത്. മരണത്തിലേക്ക് നയിക്കാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ പോലും ഉണ്ടായേക്കാമെന്നും അധികൃതർ ചൂണ്ടിക്കാട്ടുന്നു. ചൂട് മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ അത് മരണത്തിലേക്ക് വരെ നയിക്കാവുന്ന തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം. വേനൽ മഴ നമ്മൾക്ക് ചൂടിന് ആശ്വാസം തരുമ്പോഴും വൈകിട്ടത്തെ സമയത്ത് ഉണ്ടാകുന്ന വേനൽ മഴയോടൊപ്പം ഇടിമിന്നൽ സാധ്യത ഗണ്യമായുണ്ട്. ഇടിമിന്നൽ ഒരു വലിയ കൊലപാതകിയാണ്. അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി തന്നെയാണ് ഈ അവസരത്തിൽ പൊതുസമൂഹം ഇടപെടേണ്ടത്. വേനൽ മഴ കാരണം ഉഷ്ണതരംഗ സാധ്യത കുറയുന്നുവെന്നും ശേഖർ കുര്യാക്കോസ് റിപ്പോർട്ടറിനോട്. കേരളത്തിൽ താപതരംഗ സാധ്യത ഒരു പരിധിവരെ വേനൽ മഴയിൽ ലഘൂകരിക്കപ്പെട്ടെങ്കിലും പകൽ സമയത്തെ വെയിൽ 11 മണി മുതൽ 3 മണി വരെയുള്ള വെയിൽ കഠിനമായി തന്നെ നിലനിൽക്കും. അതിനിടെ സംസ്ഥാനത്തെ ചൂട് സാഹചര്യം വിലയിരുത്തുന്നതിന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. ഇടുക്കി, വയനാട് ഒഴികെയുള്ള സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും കനത്ത ചൂട് തുടരുമെന്നാണ് മുന്നറിയിപ്പ്. പാലക്കാട് ഉഷ്ണതരംഗ സാധ്യതയും തുടരുന്നുണ്ട്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.